മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെ വാഹനമാണ്, ഇലക്ട്രിക് വാഹനമാണ് ഇത്. ഈ വൈദ്യുതി വിച്ഛേദിച്ചതോടുകൂടി എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്. ഇനി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലേക്ക് RTO എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ്, ജില്ലാ ഓഫീസാണ് ഇത്. ഇവിടെയാണ് ഈ CCTVകൾ, അതായത് AI ക്യാമറകളുടെ മൊത്തം കൺട്രോൾ ഉള്ളത്. ആ കൺട്രോൾ ഉള്ള ഓഫീസിൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടുകൂടി അത് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്. ഉദ്യോഗസ്ഥർക്ക് ഈ ജോലി ചെയ്യാനും കഴിയുന്നില്ല. നമുക്ക് ഈ ഓഫീസിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഈ കൃത്യമായി ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവർക്ക് ഈ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിൽ 55,000 രൂപയിലധികം 55,476 രൂപ ഈ വൈദ്യുതി കുടിശ്ശിക വന്നതാണ് ഫ്യൂസ് ഊരാൻ കാരണം. KSEBക്ക് സ്വാഭാവികമായി ഈ വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരുക എന്നുള്ളത് സ്വാഭാവിക നടപടിക്രമമാണ് എന്ന് പറയുന്നു. 2 മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത്. ഈ 2 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ ഇത്രയും രൂപ 55,000-ലധികം രൂപ അടയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഫ്യൂസ് ഊരി എന്നാണ് പറയുന്നത്. ഈ മോട്ടോർ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആദ്യം കെൽട്രോൺ ആയിരുന്നു ഈ തുക അടച്ചിരുന്നത്, വൈദ്യുതി ബില്ല് അടച്ചിരുന്നത്. പിന്നീട് അത് റോഡ് സേഫ്റ്റി അതോറിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. ഈ വൈദ്യുതി ബില്ല് കാര്യത്തിൽ തങ്ങളുടെ ഓഫീസിലെ ജീവനക്കാർക്ക് ഒന്നും അറിയില്ല എന്നാണ്. എന്തായാലും 4 ദിവസമായി ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ എൻഫോഴ്സ്മെന്റ് വിഭാഗം പൂർണ്ണമായും ഈ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. എന്തായാലും സർക്കാരിൻ്റെ 2 വിഭാഗങ്ങൾ, വൈദ്യുതി വകുപ്പും വാഹന വകുപ്പും തമ്മിലുള്ള ഒരു വിഷയം, അതിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി നേരിടും. പ്രത്യേകിച്ച് AI ക്യാമറകൾ അടക്കം ഉപയോഗിക്കുന്നതും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തുന്നതും സുരക്ഷയുടെ ഭാഗം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ 2.5 കോടി രൂപയാണ് ഈ ഓഫീസിൽ നിന്ന് മാത്രം ഈ AI ക്യാമറ വഴിയും അതോടൊപ്പം തന്നെ റോഡിലുള്ള ഈ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൻ്റെ പരിശോധനയിലൂടെയും ഈ കണ്ടെത്തുന്നത്. ആ 2.5 കോടി രൂപ കണ്ടെത്തുന്ന ഒരു ഫൈനായി പിഴ ഈടാക്കുന്ന ഓഫീസാണ് 55,000 രൂപ അടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ 4 ദിവസമായി ഇരുട്ടത്തിരിക്കുന്നത്.